നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് 2047 അതിനു മുമ്പ് ഇങ്ങനൊരു ഗോൾ സെറ്റ് ചെയ്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം മാത്രമാണ്, ഓർമ്മയില്ലേ? അതെ. അതിനുശേഷം രാഷ്ട്രത്തിന് ഒരു ഗോൾ ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദിജിയാണ്. സംഘീയണ്ണ തള്ളിക്കോ, അങ്ങനെ തള്ളിക്കൊണ്ട് സംഘികളെ സുഖിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ചണകവും കോമൂത്രവും തിന്നാനും കുടിക്കാനും കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി നക്കിക്കോ. പക്ഷെ തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളു. അബ്ദുൽ കലാം സാർ ആരാണെന്നാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അതിനുപരി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സംഭാവനകൾ ചെയ്ത ആളാണ്, അല്ലാതെ ഇന്ത്യയെ വിറ്റ് തിന്ന ആളല്ല. ആ കൂട്ടത്തിൽ നീ ഈ കള്ളവോട്ടിൽ ജയിച്ച ഈ കള്ളന്മാരെയും അബ്ദുൽ കലാം സാറേയുമായിട്ട് ഉപമ പറയുന്നത് പെറ്റ തള്ള സൈക്കൂല. ആവുമ്പോൾ ഒരു വികസിത രാഷ്ട്രമായി നമ്മൾ മാറണം. ഈ വികസിത രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർഫിഷ്യൽ കൺസെപ്റ്റ് അല്ല. വികസിത രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം താഴെത്തട്ട് മുതൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരെ ഒരേ സ്റ്റാൻഡേർഡിൽ വികസിച്ച് സാധാരണക്കാരൻ്റെ ഒരു പട്ടിണി പാടെ ഇല്ലാതാക്കി സാധാരണക്കാരന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രമാണ് വികസിത രാഷ്ട്രം. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇപ്പം ജപ്പാനിൽ പോയാൽ സാധിക്കും. അങ്ങനെ ഒരു അമേരിക്കയിലും ജപ്പാനിലും ചൈനയിലെല്ലാം പോയി കഴിഞ്ഞാൽ വികസന രാജ്യങ്ങളെ കുറിച്ച് കാണാൻ കഴിയും. പക്ഷെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാണകക്കുഴിയും കോമൂത്ര നദിയും കാലിത്തൊഴുത്തും പശുത്തൊഴുത്തൊക്കെ കാണാൻ കഴിയും. ഇവിടെ ആരുടെ വികസിച്ചിരിക്കുന്നത്? ഇവിടെ ആരാ വികസിച്ചിരിക്കുന്നത്? നരേന്ദ്രമോദി വികസിച്ചിട്ടുണ്ട്, അമിത്ഷാ വികസിച്ചിട്ടുണ്ട്, അമിത്ഷയുടെ കുടുംബക്കാർ വികസിച്ചിട്ടുണ്ട്, അദാനിയും അംബാനിയും വികസിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾ എവിടെയുടെ ഇന്ത്യയിൽ വികസിച്ചിരിക്കുന്നത്? സാധാരണ ജനങ്ങളുടെ രക്തം സ്ട്രേ ഇട്ടിട്ട് ഊറ്റി കുടിക്കലടാ നിങ്ങളൊക്കെ. പിന്നെ എങ്ങനെയാടാ സാധാരണ ജനങ്ങൾ ഇവിടെ വികസിക്കുക? തളർന്ന് തരിപ്പണമായി വീണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സാധാരണ ജനങ്ങൾ. അതൊന്നും നിനക്കറിയുന്നില്ലേ മോനെ? നിനക്കൊന്നും അറിയില്ല. നീ ഇന്ത്യ രാജ്യം കണ്ടിട്ടില്ല, ഇന്ത്യയെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, UP, ബീഹാർ, ഛത്തീസ്ഗഡ് അങ്ങനെയല്ല, അങ്ങനെ മനസ്സിലായില്ല, ഉത്തർപ്രദേശ്, അതേപോലെ തന്നെ രാജസ്ഥാൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങി നോക്ക്. അപ്പൊ അറിയാം ഇന്ത്യ എത്രത്തോളം വികസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇനി അങ്ങനെ കറങ്ങി നോക്കിയിട്ട് അതിന്റെ സത്യങ്ങൾ അറിഞ്ഞാലും നീ ആ സത്യങ്ങളൊന്നും പറയാൻ പോണില്ല, തള്ളലേ ഉണ്ടാവുള്ളൂ. തള്ളലാണല്ലോ സംഖ്യകളുടെ കൈ മുതൽ. കണ്ടിന്യൂ.